ഈ അരവിന്ദ് സിംഗ് ലൗലി എന്ന് പറയുന്ന വ്യക്തി 2017 BJP-യിലേക്ക് പോവുകയും BJP-യിലേക്ക് പോകാൻ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ ന്യായം 31 വർഷമായി ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, എനിക്ക് യാതൊരു സ്ഥാനമാനങ്ങളും നൽകിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പാർട്ടിയിലേക്ക് പോവുകയും 8 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരികെ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ BJP-യിൽ മിസ്ഫിറ്റ് ആണ് എന്ന് പറഞ്ഞ് തിരികെ വരികയും ചെയ്ത ആളാണ് അരവിന്ദ് സിംഗ് ലൗലി. അദ്ദേഹത്തെ അന്ന് സ്വീകരിച്ച വ്യക്തികൾ ഒന്ന് PC ചാക്കോയും പിന്നെ അജയ് മാക്കനും എന്ന് പറയുന്ന 2 കോൺഗ്രസ്സുകാരാണ്. PC ചാക്കോ ഇന്ന് പാർട്ടിയിലില്ല, പാർട്ടിയുടെ നേതൃത്വം അതിശക്തമായി വിമർശിച്ചുകൊണ്ട് പാർട്ടി വിട്ടു. അജയ് മാക്കൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു, പക്ഷേ മുഖ്യധാര കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇല്ലതാനും. അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ അരവിന്ദ് സിംഗ് ലൗലി പോയതെന്ന് തിരിച്ചു വന്നതൊക്കെ നമുക്ക് വ്യക്തമാണ്. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച് കോൺഗ്രസിന്റെ പ്രതി പറയുകയും ചെയ്തു. നോക്കൂ, ഇവിടെ കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ സമരം ചെയ്തു തന്നെയാണ് ആം ആദ്മി പാർട്ടി വന്നത്. എല്ലാ ചർച്ചകളും ഞങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, അഴിമതിക്കപ്പുറത്തേക്ക് ഭരണഘടനാപരമായിട്ടുള്ള ചില ഭരണഘടനാപരമായിട്ടുള്ള സുരക്ഷിതത്വങ്ങളും സൗകര്യങ്ങളും രാജ്യത്ത് നിലനിൽക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടം മാത്രമാണ് ആ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ 2 വിരുദ്ധ ചേരിയിൽ നിന്ന് കക്ഷികൾ ഒന്നിച്ചത്. അത് BJP-യെ വല്ലാണ്ട് ആശങ്കയിൽ ആഴ്ത്തിയിട്ടുള്ളത് സത്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2019 തന്നെ അരവിന്ദ് കേജ്രിവാളും സംഘവും അന്ന് അതിശക്തമായി കോൺഗ്രസിനെതിരെ സമരം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പോലും 2019 ലോക്സഭാ ഇലക്ഷനിൽ അരവിന്ദ് കേജ്രിവാൾ മുമ്പോട്ട് വെച്ചൊരു ഒരു വിഷയമായിരുന്നു നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അന്ന് എന്തായിരുന്നു പ്രശ്നം? അന്നും ഈ PC ചാക്കോയും അജയ് മാക്കനും അതുപോലെ ഷീലാ ദീക്ഷിത്തുമായിരുന്നു അതിന് ഏറ്റവും ഘടകവിരുദ്ധമായി നിൽക്കുകയും ആ സഖ്യ സാധ്യതകൾ ഇല്ലാതാക്കുകയും ചെയ്തു. എന്ത് സംഭവിച്ചു? ഡൽഹിയിൽ 7 സീറ്റുകളും BJP നേടി. അപ്പോൾ ഇത്തവണ അത്തരത്തിൽ ആകരുത്, കാരണം വലിയ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കിയാണ് ഈ എല്ലാ വിയോജിപ്പുകളും മാറ്റി യോജിക്കാൻ ഇവിടെ ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നത് അരവിന്ദ് കേജ്രിവാൾ ഒരിക്കലും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ടില്ല, കോൺഗ്രസിനെ ആക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ 4 വർഷം മുമ്പുള്ള അതിപ്രശസ്തമായൊരു പ്രസംഗം ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ്. രാംലീല മൈതാനിയിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ 1.5 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചത് സാക്ഷാൽ നെഹ്റുവിനെ പറ്റിയാണ്. നെഹ്റു എന്ന് പറയുന്ന രാജ്യതന്ത്രജ്ഞനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ലോകം അംഗീകരിക്കുന്ന ദീർഘദർശിയായിട്ടുള്ള പ്രധാനമന്ത്രി ഇന്ത്യക്ക് നൽകിയ സംഭാവനകളെ പറ്റി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഒന്ന് പ്രസംഗിച്ചത്. അതിൽ IIT ഗോരഖ്പൂരിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിറ്റിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നെഹ്റു രാജ്യത്തിന് സംഭാവന നൽകിയ എല്ലാത്തിനെയും സ്വീകരിക്കണമെന്നും അദ്ദേഹം ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും ദീർഘദർശിയായ പ്രധാനമന്ത്രിയാണെന്നും പറയുകയും ഒപ്പം അംബേദ്കറിനെയും പട്ടേലിനെയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ കൃത്യമായി അടയാളപ്പെടുത്തി പ്രസംഗിച്ചു. പക്ഷേ നരേന്ദ്രമോദി എന്താ ചെയ്യുന്നത്? നെഹ്റു അടക്കമുള്ള കോൺഗ്രസിന്റെ അതിശക്തരായ നേതാക്കന്മാരെ രാജ്യത്തിന് എന്നേക്കുമായി മായ്ച്ചു കളയാനുള്ള പ്രവർത്തനങ്ങൾ സംഘപരിവാർ നടത്തുന്നു. അപ്പോൾ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയുടെ ആശയത്തോടോ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമോ ഇന്ത്യയിൽ നശിച്ചു കാണണമെന്ന് അരവിന്ദ് കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ യോജിപ്പുകൾ വളരെ എളുപ്പവുമായിരുന്നു. എന്താണ് പ്രശ്നം? അഴിമതിക്കെതിരെ സമരം ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഇപ്പം കോൺഗ്രസിന്റെ മറ്റൊരു കാര്യം, ഇപ്പം ലൗലി പോയത് എന്തുകൊണ്ടാണ്? ആം ആദ്മിയായിട്ട് യോജിക്കാൻ കഴിയത്തില്ല എന്നാണ് അദ്ദേഹം വെച്ച നിലപാട്. സ്മൃതിക്ക് രാഷ്ട്രീയ ചരിത്രം നന്നായി അറിയാമല്ലോ. നമുക്ക് തൃണമൂൽ കോൺഗ്രസ് എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായത്? 1997 ഈ പറയുന്ന മമതാ ബാനർജി കോൺഗ്രസിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാതെ വിട്ടുപോവുകയും സോണിയാഗാന്ധി തിരിച്ചു വന്നാൽ ഞാൻ തിരിച്ചു വരാമെന്ന് പറയുകയും പിന്നീട് അവർ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുകയും അടൽ ബിഹാരി വാജ്പേയിയുടെ ക്യാബിനറ്റിൽ മന്ത്രിയാവുകയും ചെയ്തതാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി. ഇന്ന് അതേ തൃണമൂൽ കോൺഗ്രസിനെ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ മുൻകൈ എടുക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. ബംഗാളിൽ സഖ്യമില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ജയിച്ചാൽ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് കോൺഗ്രസ്സുകാർ കരുതുന്നു. നമ്മുടെ NCP പാർട്ടി എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായത്? 1999 കോൺഗ്രസിന്റെ നേതാവായ സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് താരിഖ് അൻവറും സാത്മയും ശരത് പവാറും ചേർന്ന് NCP സൃഷ്ടിച്ചു. അന്ന് നമുക്കറിയാം അതിശക്തമായ വിമർശനമായിരുന്നില്ലേ സോണിയാഗാന്ധിക്കെതിരെ? പക്ഷെ പിന്നീട് ഇപ്പോൾ NCPയെ സ്വീകരിക്കുകയല്ലേ YSR കോൺഗ്രസ്. നമുക്കറിയാം ഇത്തരത്തിൽ പഞ്ചാബിൽ നമ്മൾ കണ്ടതല്ലേ, പഞ്ചാബിൽ കോൺഗ്രസ് എങ്ങനെ ഇല്ലാണ്ടായി പോയത്? അവിടെ അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന അതിശക്തനായ ഒരു മനുഷ്യൻ നിൽക്കുകയും പഞ്ചാബിലേക്ക് സിദ്ധുവിനെ കൊണ്ടുവരികയും സിംഗ് പിണങ്ങിപ്പോവുകയും അദ്ദേഹം BJP-യിൽ പോവുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയവരുമായിട്ടൊക്കെ സഖ്യങ്ങൾ കോൺഗ്രസ് എല്ലാ കാലത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത്തരം ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അപ്പം അദ്ദേഹം ഇപ്പൊ ഈ പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സീറ്റ് കിട്ടാത്തതിന്റെ ഇച്ഛാഭംഗം മാത്രമാണ്. ശരി, ആ ഇച്ഛാഭംഗം പക്ഷേ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.